വാർത്തയിലേക്ക് വിശദമായി. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തലസ്ഥാനത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ജില്ലാ കളക്ടർ, ADGP മനോജ് എബ്രഹാം, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, നിയുക്ത ഗവർണർ നാളെ ചുമതലയേറ്റെടുക്കും. അദ്ദേഹം ഇന്ന് സംസ്ഥാനത്തെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സ്വീകരണം നൽകിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ അല്പസമയം മുമ്പാണ് ഹൈദരാബാദിൽ നിന്നെത്തിയ വിമാനത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇറങ്ങിയത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, ജില്ലാ കളക്ടർ അനുകുമാരി, തിരുവനന്തപുരം MP ശശി തരൂർ, അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ നിന്ന് രാജ്ഭവനിലേക്ക് മടങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകറിന് മുൻപാകെയായിരിക്കും രാവിലെ 10 മണിക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഗോവയിൽ നിന്നുള്ള BJP നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഗോവയിൽ നിയമസഭാ സ്പീക്കറായും ക്യാബിനറ്റ് മന്ത്രിയുമായൊക്കെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം പിന്നീട് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി. അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും ഗവർണർ പദവിയിൽ ബീഹാറിലേക്ക് എത്തുന്നത്. ബീഹാറിന്റെ 29ാമത്തെ ഗവർണർ കൂടിയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹം കേരളത്തിന്റെ 23ാമത്തെ ഗവർണറായാണ് നാളെ ചുമതലയേൽക്കാൻ പോകുന്നത്. രാജ്ഭവനിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം അത് സംസ്ഥാന രാഷ്ട്രീയത്തെ സമാനതകളില്ലാത്ത തരത്തിൽ, പ്രത്യേകിച്ച് ഭരണപക്ഷത്തെ ഇടതുമുന്നണിയൊക്കെ വലിയ തരത്തിൽ ഉൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് വരെ എത്തിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2019 ശേഷം കേരളം കണ്ടതാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രയപ്പിന് പോലും ഔദ്യോഗികമായ ദുഃഖാചരണം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു യാത്രയപ്പ് നടന്നില്ല. പക്ഷേ അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സർക്കാർ പ്രതിനിധികളോ എത്താത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിയുക്ത ഗവർണറായി ഇവിടേക്ക് എത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ ടെക്നിക്കൽ ഏരിയയിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നടുവിലായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്, രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടായിരിക്കുമോ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും അതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഉറ്റുനോക്കുന്നത്. ഡാൻ, ഇന്ന് അദ്ദേഹം ഇവിടേക്ക് തിരിക്കുമ്പോൾ പറഞ്ഞത് ഉപദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ജോലി എന്നതാണ്. തന്റെ മുൻ ചുമതലകൾ എങ്ങനെയാണ് നിറവേറ്റിയതെന്ന് ഉദാഹരണമായി അദ്ദേഹം പറയുക കൂടി ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ഊഷ്മളമായ ബന്ധം സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇത് വ്യക്തിപരമായ ഒരു നിയോഗമല്ല, അതിനപ്പുറത്തേക്ക് അവർ വഹിക്കുന്ന ഒരു പദവിയാണ്. ആ പദവിയിലേക്ക് അവരെ നിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് അവർക്ക് മുമ്പിൽ ഒരു അനിവാര്യതയായി വരും. അതുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലതരത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് വരെ മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം 1.5 വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനം. അതിനിടയിലാണ് ഇവിടേക്ക് ഗവർണറായി BJP നേതാവ് കൂടിയായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നത് എന്നതാണ് സാഹചര്യം. അവിടെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളോട് സർക്കാർ എടുക്കുന്ന സമീപനം എന്തായിരിക്കും, സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീരുമാനങ്ങളോട് അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരിക്കും എന്നതൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്തായാലും ഊഷ്മളമായ സ്വീകരണം നൽകി ഹാർദവമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ, സൗഹാർദ്ദപൂർണ്ണമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടലുകളുടെ തുടക്കമായി തന്നെ അദ്ദേഹത്തിന് ഈ ടെക്നിക്കൽ ഏരിയയിൽ നൽകിയിരിക്കുന്ന സ്വീകരണത്തെ കാണേണ്ടി വരും. അത് ഔദ്യോഗികമായ സ്വീകരണം എന്ന് പറയുമ്പോഴും ഊഷ്മളമായ ഒരു ബന്ധത്തിന് തന്നെയായിരിക്കും സർക്കാർ ശ്രമിക്കുക. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം, അതിനുവേണ്ടി പാർട്ടിയും സർക്കാരുമൊക്കെ സജ്ജമാകുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് പുതിയൊരു ഗവർണർ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി
കേന്ദ്രത്തിന്റെ സഹായം സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട സാഹചര്യമുണ്ട്. അവരുടെ ഗവർണറുടെ ഒരു പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അവിടെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നിലപാടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തെയും സർക്കാരിനെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് എന്തായാലും നാളെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിനെ ഉപദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ജോലിയെന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരത്തെ പ്രതികരിച്ചത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി ആർലേക്കർ കൂടിക്കാഴ്ച നടത്തി. നാളെ രാവിലെ 10:30 രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക.